ദത്താവകാശ നിരോധന നിയമപ്രകാരം ഇന്ത്യയിലെ പല നാട്ടുരാജാക്കന്മാർക്കും അവരുടെ അധികാരം നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അധികാരം നഷ്ടപ്പെട്ട നിരവധി നാട്ടുരാജാക്കന്മാർ ഈ 1857 കലാപത്തിൽ ഈ സൈനികരോടൊപ്പം അല്ലെങ്കിൽ സാധാരണക്കാരോടൊപ്പം ചേർന്നിരുന്നു. പരീക്ഷകളിൽ കേട്ടിട്ടെന്ന് മാത്രമല്ല എല്ലാ PSC പരീക്ഷകളിലും നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഓരോ നാട്ടുപ്രദേശങ്ങളിലും ആരെല്ലാമായിരുന്നു ഈ കലാപം നയിച്ചിരുന്നത്. നമുക്കൊന്ന് നോക്കാം. കാൺപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. കാൺപൂർ എന്ന പ്രദേശത്ത് നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഝാൻസിയിൽ അറിയാം നമ്മുടെ റാണി ലക്ഷ്മിബായി, ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായിയാണ് നേതൃത്വം കൊടുത്തത്. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ആണെങ്കിൽ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയായിരുന്നു. ആരയിലെ കൻവർ സിംഗ്. ഈ പേരുകള് നിർബന്ധമായി നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഏതെല്ലാം നാട്ടുരാജാക്കന്മാർ എവിടെയെല്ലാമാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയില് റാണി ലക്ഷ്മിബായി അഥവാ ഝാൻസി റാണി, ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിലെ കൻവർ സിംഗ്. ഈ ഭാഗം പഠിക്കാതെ അല്ലെങ്കിൽ ഈ ഭാഗത്തിൽ നിന്നും നിർബന്ധമായും ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ നിന്നും നിർബന്ധമായും ചോദിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ പറഞ്ഞത് നാട്ടുരാജാക്കന്മാരും അവർ സമരത്തിന് നേതൃത്വം കൊടുത്തതും. അതുപോലെ തന്നെ ഈ 1857 കലാപം ആദ്യമായി ആരംഭിച്ചത് ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പേര് മംഗൾ പാണ്ഡെ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് മംഗൾ പാണ്ഡെ. ഇത്തരത്തില് വലിയൊരു സമരം എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾ, നാട്ടുരാജാക്കന്മാരും സാധാരണക്കാരും പട്ടാളക്കാരും അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഈ 1857 കലാപത്തിൽ പങ്കെടുത്തുവെങ്കിലും ഇതും മറ്റുള്ള സമരങ്ങളെ പോലെ തികച്ചും പരാജയമായിരുന്നു. എന്നെല്ലാമാണ് ഇതിനുള്ള പരാജയ കാരണങ്ങൾ? ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഓരോ സമയത്തും ഓരോ പ്രദേശങ്ങളിലായിട്ടായിരുന്നു. അതായത് ഈ കലാപത്തിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കാൺപൂരിലാണെങ്കിൽ ഒന്ന് നടക്കുന്നത് ലക്നൌവിലാണ്. ഇത്തരത്തില് ഉത്തരേന്ത്യയിലെ പല പല ഭാഗങ്ങളിലായിട്ടായിരുന്നു ഈ സമരങ്ങൾ നടന്നിരുന്നത്. അതുപോലെ തന്നെ കലാപകാരികളെ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആയുധശേഷിയും സംഘടനാശേഷിയും എല്ലാം തന്നെ അവരെക്കാൾ 3 ഇരട്ടി ശക്തിയുള്ളതും 3 ഇരട്ടി വലിപ്പമുള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന് മുമ്പിലും അവരുടെ ആയുധത്തിന് മുമ്പിലും നമ്മുടെ ഇന്ത്യൻ സൈനികർക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ചധികം കാലമേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പിന്തുണ ഈ കലാപകാരികൾക്ക് ലഭിച്ചിരുന്നില്ല. പ്രധാനമായിട്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ സമ്പന്നരായ നാട്ടുരാജാക്കന്മാരിൽ നിന്നുള്ള പിന്തുണ ഈ ഇന്ത്യയിലെ ഈ കലാപകാരികൾക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ കുറേയധികം കാലം ഇന്ത്യയിൽ നിലനിന്നിരുന്നുവെങ്കിൽ പോലും 1857 ഈ കലാപം ഒരു പരാജയമായിരുന്നു. എന്നാൽ പോലും ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു സായുധ സമരം ആരംഭിക്കുകയും പിന്നീടുള്ള സമരങ്ങൾക്ക് ഈ ഒരു സമരം പ്രചോദനമാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ 1857 കലാപത്തിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ. എന്നാണ് 1857 കലാപം? 1857 മെയ് 10. അതുപോലെ തന്നെ ആരെല്ലാമാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്? ദത്താവകാശ നിരോധന നിയമപ്രകാരം നാട്ടുരാജ്യങ്ങൾ നഷ്ടപ്പെട്ട രാജാക്കന്മാർ അത് ആരെല്ലാമായിരുന്നു? കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ഒരു വട്ടം കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി. അതുപോലെ തന്നെ ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. 1857 ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് മംഗൾ പാണ്ഡെ. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു ഈ കലാപം ആദ്യമായി ആരംഭിച്ചത്. ഇത്രയുമുള്ള അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ 1857 കലാപത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും 1 മാർക്ക് നമുക്ക് ലഭിക്കാനും സഹായിക്കും. താങ്ക് യു.